والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ഏറെ ബഹുമാനമുള്ള അമ്മമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് മരിച്ചു പോകുവാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറഞ്ഞിരുന്നു. അല്ലാഹുവേ, എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണമേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമസ്കാരം ഒരു പാപമായിരുന്നു, അതുകൊണ്ടാണോ നമസ്കാരം കഴിഞ്ഞവിടെ അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പറയുന്നത്? അല്ല, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ നമസ്കരിച്ചു, അത് ഒരു തെറ്റല്ല, അതൊരു മഹത്തായ ഇബാദത്താണ്. എന്നിട്ടും എന്തിനാണ് നമസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് പറയാനുള്ള കാരണം? നാം ചൊല്ലുന്ന ഫാത്തിഹ അല്ലെങ്കിൽ ഒരു ദിക്ർ, ഏത് കാര്യമായിക്കോട്ടെ, അത് കൃത്യമായിട്ടാണോ നമ്മൾ ചൊല്ലുന്നതെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അല്ല, പലപ്പോഴും തെറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമസ്കാരത്തിലെ ഓതുന്ന ഒട്ടനവധി തെറ്റുകൾ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച പോലെ നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ വരുന്ന വീഴ്ചകൾ, അത് നാഥാ എനിക്ക് നീ പുറത്തു തരണമേ അല്ലാ എന്നാണ് നമ്മൾ പറയുന്നത്. അത് നീ പുറത്തു തന്നില്ലെങ്കിൽ, നമസ്കാരം എന്നിൽ നിന്ന് നീ സ്വീകരിച്ചില്ലെങ്കിൽ, അല്ലാഹുവേ ഈ നമസ്കാരത്തിന്റെ തഖ്വയിൽ, അല്ലാഹുവേ ഈ നമസ്കാരത്തിന്റെ തഖ്വയിൽ നിന്ന് എവിടെയെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ എനിക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ അല്ലാ. അതാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം.